മനുഷ്യൻ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന ആ പഴയ കാലം. പറമ്പിലത്തത്തെ വരൂ പഞ്ചവർണ്ണ കിളിത്തത്തെ കുഞ്ചന്റെ കച്ചമണികൾ കൊത്തു കൊഞ്ചിക്കുഴങ്ങൊരു തത്തെ വീണപൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയ തത്തെ സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങം പുഴയുടെ തത്തെ മാലെ മോളെ മാലെ മാലെ മോളെ മാലെ ഇവളി എവിടെ പോയി കിടക്കുന്ന എന്താപ്പാ എന്തിനാ ഇങ്ങനെ പിടിച്ചു കൂത്ത്? ഞാൻ ഈടേണ്ടിട്ട് എന്താ മോളെ നീ ആ പാട്ട് കേട്ടുക. നമ്മള് പണ്ട് നാടകത്തിൽ പാടി അഭിനയിച്ച പാട്ട്. ഏത് പാട്ട്? ഞാനൊന്നും കേൾക്കുന്നില്ല. അപ്പന് വെറുതെ തോന്നുന്നതാ. അതാ ഞാൻ കേൾക്കുന്നുണ്ട്. കേട്ടോ കേട്ടോ പുൽത്തണ്ടിലോറും ശ്രുതിയും സപ്തസ്വര സുന്ദരികൾ പോലും കട്ടമണിയും കിളമ്പും ഇക്കളിത്തട്ടിലിരിക്കാം ഒരു ഇത്തിരി നേരമൻ തത്തേ. ശരി എന്നടാ, ഇതെന്ത് ജീവിതാ? ഇതൊരു മുത്തശ്ശനും മുത്തശ്ശിയാടാ. ശരി എന്നടാ, ഇത് നമുക്ക് കഥ പറഞ്ഞു തരികയും പാട്ട് പാടി തരികയും ചെയ്യുന്ന ആ മുത്തശ്ശനും മുത്തശ്ശിയാ. എന്താ കുട്ടികളെ, നിങ്ങൾക്ക് പ്രായമായവരെ കണ്ടാ തിരിച്ചറിയാണ്ടായോ? ഈ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? മനുഷ്യരെ കണ്ടാ പോലും തിരിച്ചറിയാൻ പറ്റാണ്ടായോ? സോറി മുത്തശ്ശ, സോറി മുത്തശ്ശി. നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? അത് ഞങ്ങള് പഴയ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളാ. കഥാപാത്രങ്ങളോ? അതെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിലെ കഥാപാത്രങ്ങൾ. ഇത് കറമ്പൻ. ഞാൻ നിക്ക് ബാക്കി ഞാൻ പറയാം. ഇത് മാല, നാടകത്തില് എന്റെ മോളാ. ആഹാ, ആണോ? എങ്കിൽ ഞങ്ങൾക്ക് ആ കാലത്തെ കഥ പറഞ്ഞു തരുമോ?
പ്ലീസ് മുത്തശ്ശ. മുത്തശ്ശ മുത്തശ്ശി പറഞ്ഞുതാ. കഥ കേൾക്കാൻ ഞങ്ങൾക്ക് എന്ത് ഇഷ്ടാണെന്നറിയോ? പറയാം മക്കളെ, പറയാം. കഥയല്ലിത്, ജീവിതമാ. നമ്മുടെ ജീവിതം, ജീവിക്കാനുള്ള സമരം. മണ്ണിനും മനുഷ്യനും വേണ്ടി അധികാരികൾക്കെതിരെ നെഞ്ചു വിരിച്ചു നിന്ന ആ പോരാട്ട കഥ. അതെ, അന്ന് ജന്മിത്തവും നാടുവാഴിത്തവും കൊടികുത്തിവാണ കാലം. കൊടികുത്തിവാണ കാലം, കനലരിയും കാലം. എന്താ നാം ഈ കാണുന്നത്? ഒരെണ്ണം ഒരു വക പണിയെടുക്കുന്നില്ലാലോ. എല്ലാം ഇരുന്നങ്ങനെ സൂയിക്ക. എടാ കൊട്ട കോര, എടാ നായരെ, ആരും ഇല്ലേ ഇവിടെ? തമ്പ്രം വിളിച്ചോ? ശവങ്ങള് ഒരാവശ്യത്തിന് വിളിച്ച ഒരെണ്ണത്തിന് കിട്ടില്ല. എടോ, ഇവറ്റകൾ ഒരു പണിയെടുക്കുന്നില്ല. ചവിട്ടി എല്ലാത്തിന് നടുവടിക്കടാ. ഒരെണ്ണം ഒരു പണി എടുക്കൂല. എടോ കൊട്ട വാടോ, വരുന്നടോ.
പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഇങ്ങോട്ട് അടുത്തിരിക്ക്. വരൂ. പ്രിയപ്പെട്ടവരെ, നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ കൂലോത്തും വയലിൽ കാലങ്ങളായി നിലമൊരുക്കി വിത്തിട്ട് ആ വിള കൊയ്തെടുത്ത് കൂലോത്തെ തമ്പ്രാക്കളെ പത്തായി നിറച്ച് അവരും അവരുടെ മക്കളും പരിവാരങ്ങളും തിന്ന് തടിച്ചു കൊഴുക്കുന്നു. എന്നാൽ ചാളയിൽ നമ്മളും നമ്മളെ മക്കളും അരവയർ നിറക്കാനില്ലാതെ പട്ടിണി കിടന്ന് പുഴുക്കളെ പോലെ നരകിക്കുന്നു. ഇനിയും നമ്മൾ സഹിക്കണോ? കണ്ടു നിൽക്കണോ? പറയൂ. എങ്കിൽ വിത്തിട്ട നമ്മൾ തന്നെ വിള കൊയ്യും. എന്താ, നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങൾ തയ്യാറാണ്. ബലികുടീരങ്ങളെ 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 മരണങ്ങളിലും പൂരണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ കാക്കുന്നു നിങ്ങളെ സമരപുളകങ്ങളും ദൂരമാലകൾ ബലികുടീരങ്ങളെ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീതി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമൂളങ്ങൾ യുഗങ്ങൾ നീതി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമൂളങ്ങൾ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു ചുണ്ടിൽ കാതകൾ കരങ്ങളിലെ പൂച്ചെന്തുകൾ പുതിയ പൗരനുണർന്നു ചുണ്ടിൽ കാതകൾ കരങ്ങളിലെ പൂച്ചെന്തുകൾ പുതിയ പൗരനുണർന്നു കൊയ്ത്തരിവാളിന്റെ മൂർച്ചയുടെ തിളക്കത്തിൽ അടിയാളവർഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു വിറങ്ങലിച്ച ആ ജന്മിത്വകാലം. എന്നിട്ട് ആരാ മുത്തശ്ശിയാ നിലവിളിക്കുന്നത്? അവോക്കറിന്റെ ഉമ്മ അവോക്കറിന്റെ ഉമ്മ അവോക്കറിന്റെ ഉമ്മ അവോക്കറിന്റെ സാമ്രാജ്യത്വം നശിക്കട്ടെ, ജന്മിത്വം തുലയട്ടെ, കർഷക സംഘം സിന്ദാബാദ്. സാമ്രാജ്യത്വം നശിക്കട്ടെ, ജന്മിത്വം തുലയട്ടെ, കർഷക സംഘം സിന്ദാബാദ്. ഓർഡർ, ഓർഡർ, ഓർഡർ. മഠത്തിൽ അപ്പു. കോയിത്താറ്റിൽ ചിരുകണ്ഠൻ. പൊടോര കുഞ്ഞമ്പു നായർ. പള്ളിക്കാൽ അബൂബക്കർ. ഓർഡർ, ഓർഡർ, ഓർഡർ. IPC 302 പ്രകാരം കൊലപാതകത്തിനും അണ്ടർ സെക്ഷൻ 121 പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തതായും കണ്ടെത്തിയതിനാൽ
രണ്ടാം പ്രതി മഠത്തിൽ അപ്പു, 30-ാം പ്രതി പൊടോര കുഞ്ഞമ്പു നായ, 31-ാം പ്രതി കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, 51-ാം പ്രതി പള്ളിക്കൽ അബൂബക്കർ എന്നിവരെ അണ്ടർ സെക്ഷൻ 121, 302 IPC പ്രകാരം പരമാവധി ശിക്ഷയായ മരണം വരെ തൂക്കിലേറ്റാൻ ഈ കോടതി വിധിക്കുന്നു. മരിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഈ നാടിനു വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സാമ്രാജ്യത്വം നശിക്കട്ടെ, ജന്മിത്വം തുലയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്. നമ്മളാ അബൂബക്കറിന്റെ ഉമ്മ. ഓന് പറയാൻ കഴിഞ്ഞേല് നമുക്ക് അഭിമാനമല്ലോ. ഓന് മാത്രല്ല, ഈ 4 പേരും ഞമ്മന്റെ മക്കളാ. ഈ ദുനിയാവുള്ളിടത്തോളം കാലം കയ്യോരിനെ ഓർക്കും ഇവരിലൂടെ. ലാൽ സലാം സഖാക്കളെ. സമരങ്ങൾ, രക്തസാക്ഷികൾ. നിങ്ങൾക്കറിയോ, 1987 മാർച്ച് 23-ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബൂത്തിന്റെ ചുമതലയുള്ള സഖാക്കളെല്ലാം ചീമേനിയിലെ പാർട്ടി ഓഫീസിൽ ഒത്തുചേർന്ന് വോട്ടിന്റെ കണക്കുകളൊക്കെ കൂട്ടുകയായിരുന്നു. എല്ലാ സഖാക്കളും വളരെ സന്തോഷത്തിലായിരുന്നു. ഓർക്കിപ്പം തന്നെ പേടിയാ.
ഉജ്ജ്വല സമരഭൂമി ജീവേനിയാണിതു ചെങ്കൊടിക്കാവല അഞ്ചു പേരടരിൽ പിടഞ്ഞ ഭൂമി ജീവേനിയാണിതു ചെങ്കൊടിക്കാവല അഞ്ചു പേരടരിൽ പിടഞ്ഞ ഭൂമി അവനീരിഴയാൻ വിധിച്ച ജന്മങ്ങളിൽ അവകാശബോധം കരുത്തുപാകി അവനീരിഴയാൻ വിധിച്ച ജന്മങ്ങളിൽ അവകാശബോധം കരുത്തുപാകി അടരുന്ന ചെഞ്ചോര ചാന്തിൽ കുറിച്ചിട്ടൊരുലകിന്റെ മോചനം അടരുന്ന ചെഞ്ചോര ചാന്തിൽ കുറിച്ചിട്ടൊരുലകിന്റെ മോചനം ഉണർത്തി ശ്രീമേനിയാണിതു അഞ്ചു പേരടരിൽ പിടഞ്ഞ ഭൂമി ശ്രീമേനിയാണിതു അഞ്ചു പേരടരിൽ പിടഞ്ഞ ഭൂമി കയ്യൂരിലെ സഖാക്കളെ ബ്രിട്ടീഷ് ചുറ്റുപട്ടാളം തൂക്കിലെത്തിയതാണെങ്കിൽ ചീമേനി കോൺഗ്രസിന്റെ ഗുണ്ടകൾ ക്രൂരമായി വെട്ടിയും കുത്തിയും ചുട്ടുകരിച്ച് കൊല്ലുകയായിരുന്നില്ലേ? ആ ചീമേനിയിലെ സഖാക്കളുടെ വെളിച്ചമായിരുന്നു സഖാക്കളായ കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞപ്പൻ, ആലവളപ്പിൽ അമ്പു, എം കോരൻ, സി കോരൻ. ആ വെളിച്ചം ഊതിക്കെടുത്തില്ലേ? അതെ മക്കളെ, അങ്ങനെ എത്ര സമരങ്ങൾ. പട്ടിണി മാറ്റാൻ, മാന്യമായി വസ്ത്രം ധരിക്കാൻ, ക്ഷേത്രത്തിൽ കയറി തൊഴാൻ, അക്ഷരം പഠിക്കാൻ, വഴി നടക്കാൻ, അങ്ങനെ 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 അതെ, അങ്ങനെ നമ്മൾ ഒന്നാമതായി. അതെ, ഈ നേട്ടങ്ങളിൽ ഞങ്ങളുമുണ്ട്. നാടകം കളിച്ചും പാട്ടുപാടിയും. അതെ മക്കളെ, രോഗം
ഒരു കുറ്റമാണെന്ന് കരുതിയ കാലം, രോഗത്തെക്കുറിച്ച് നമ്മൾ കളിച്ച നാടകങ്ങൾ, രോഗക്കിടക്കയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യൻ രോഗം ഒരു കുറ്റമല്ലെന്ന് തിരിച്ചറിഞ്ഞവൻ, ചില്ലുമേടയിലും രോഗമെത്തുമെന്ന് തിരിച്ചറിയാത്തവർ, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. രോഗം ഒരു കുറ്റമാണോ? തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സുകയും വേഴാമ്പൽ ഞാൻ, ദാസജലം തരുമോ, ദാസജലം തരുമോ. അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ, അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ, തൊഴുകൈ കുടമ്പീർ ആത്മാവിലെ തീരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. തൊഴുകൈ കുടമ്പീർ ആത്മാവിലെ തീരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. എനിക്കെന്റെ രോഗം തിരിച്ചു തരുമോ ഡോക്ടർ? അരമണിയും ചിലങ്കയും തെയ്യക്കോലങ്ങളും മനുഷ്യന്റെ വേദന മാറ്റിയ കാലത്തും അരങ്ങിന്റെ വെളിച്ചത്തിൽ നടന്ന് നാടിനെ മാറ്റിയ കാലം, മാറിയ ആ പഴയ കാലം. അതേ മുത്തശ്ശ, ആരോഗ്യരംഗത്തും നമ്മൾ ഒന്നാമതാണ്. നമ്മുടെ ആരോഗ്യരംഗം ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾക്കൊപ്പമാണ്. പുതിയ കാലത്തെ എന്തെല്ലാം ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, നിപ്പ, ഓക്കി, എത്രയെത്ര പ്രളയങ്ങൾ, ഇതെല്ലാം നമ്മൾ തരണം ചെയ്തു. ഓർക്കാൻ പോലും ഭയപ്പെടുന്ന മറ്റൊരു കാലം, കൊറോണ കാലം. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഭേദമില്ലാത്ത കാലം. ജാതിക്കും മതത്തിനും ദൈവത്തിനും അപ്പുറത്ത് ഒരു പൊതി ചോറിനായി കാത്തിരുന്ന മനുഷ്യൻ. എന്നിട്ടും നമ്മൾ മാറിയില്ലല്ലോ മുത്തശ്ശി. ഈ നാട് കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും തച്ചു തകർക്കാൻ നോക്കുന്നവരുണ്ട്. അവരെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്.
മറവികൾക്കെതിരെ ഓർമ്മയുടെ കലാപമാണ് ഓരോ ചരിത്രവായനയും. നാടകം കളിച്ച് നാടുമാറിയ കാലം. നടന്ന വഴികൾ എത്ര, ഇനി നടക്കാനും ഏറെയുണ്ട്. ജീവിതവും ജീവനും നിലനിർത്താൻ പോരാട്ട ഭൂമിയിൽ നമുക്ക് വേണ്ടി ജീവനും ജീവിതവും നൽകിയവർ, നമുക്ക് വേണ്ടി ജീവനും ജീവിതവും നൽകിയവർ. പത്തായ പുര നിറയെ മുത്തായ മുത്ത്, ആ മുത്തു വിതച്ചതും കൊയ്തതുമെല്ലാം ആരാണ്? അയിത്തച്ചങ്ങലയണിഞ്ഞ് പടിപ്പുരയുടെ പുറത്ത് വിയർപ്പും കണ്ണീരും പൊടിച്ചു നിൽക്കണ പാവങ്ങളാണ്. പത്തായ പുര നിറയെ മുത്തായ മുത്ത്, ആ മുത്തു വിതച്ചതും കൊയ്തതുമെല്ലാം ആരാണ്? അയിത്തച്ചങ്ങലയണിഞ്ഞ് പടിപ്പുരയുടെ പുറത്ത് വിയർപ്പും കണ്ണീരും പൊടിച്ചു നിൽക്കണ പാവങ്ങളാണ്. പറമ്പിലെ ഇലഞ്ഞിയിൽ ചെങ്കൊടി കെട്ടി, നെല്ലും പൂനകളക്കും കളങ്ങളിൽ ചെങ്കൊടി കെട്ടി, ആ കൊടിക്കീഴിൽ അണിനിരന്നേ ആര്യൻ ചെമ്പാവു പാടം വിതച്ചവർ കാദ്യം നടുനിവർന്നേ. EMS കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലേ മുത്തശ്ശ? അതെ, ബാലറ്റ് പേപ്പറിലൂടെ ലോകത്തു തന്നെ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അമരക്കാരൻ. കനലെരിയുന്ന നാടിന്റെ ദിശ മാറ്റിയ കാലം, മണ്ണിൽ പണിയെടുത്ത മനുഷ്യന്റെ മോചനകാലം. അതെ, കനലെരിയും കാലം. വസന്തകാലത്തിന്റെ പൂക്കൾ തേടിയുള്ള യാത്രയിൽ പൂമ്പാറ്റകൾ ചിറകൊടിഞ്ഞു വീണേക്കാം. വസന്തകാലം കാത്തിരിക്കുക തന്നെ ചെയ്യും, കാത്തിരിക്കുക തന്നെ ചെയ്യും, കാത്തിരിക്കുക തന്നെ ചെയ്യും. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം
പാഠപുസ്തകങ്ങളിൽ ഒന്നും പഠിപ്പിക്കാത്ത സമരങ്ങൾ. അതെയോ? കയ്യൂരും കരിവള്ളൂരും കാവുംവായും വൈവളികയും ഒഞ്ചിയവും ഉണയൻകുന്നും ചീമേനിയും, അങ്ങനെ എത്രയെത്ര സമരങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എത്രയെത്ര സമരങ്ങളുണ്ട്. അതൊക്കെ ഇനി ഒരിക്കൽ മുത്തശ്ശി പറഞ്ഞു തരാം. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സ്വാതന്ത്ര്യബോധത്തിന്റെയും ചരിത്രം തൊഴുതു നിൽക്കുന്ന ആത്മത്യാഗത്തിന്റെയും ഓർമ്മയിൽ അലറിത്തുടിക്കുന്ന ഒരു മഹാസമുദ്രം പോലെ ഒരു സംഭവ സമര കഥ. ചുവന്ന കുഴിമാടത്തിന്റെ ശിരസിൽ കാലുയർത്തിച്ചത് കെട്ട കാലത്തിന്റെ നെറുകേടുകൾക്കെതിരെ മനുഷ്യന്റെ അധ്വാന ശക്തിയും സംഘബോധവും ഒന്നു ചേർന്ന് ആർത്തിരമ്പുന്ന തിരമാലകളുടെ പ്രതിരോധം തീർത്ത ആ സമരം പുന്നപ്രവയലാർ. മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടിതേ. വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടിതേ. വെലികുടീരങ്ങളെ വെലികുടീരങ്ങളെ മണ്ണിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരടിച്ച് മണ്ണിൽ ചോര ചീന്തിയ ശതകോടി മനുഷ്യരുടെ ജീവനും ജീവിതവുമാണ് ഇന്നിന്റെ നാട്. നാടകം കളിച്ചു മാറിയ നന്മയുള്ള നാട്. നിങ്ങളൊഴുക്കിയ ചോരയിലും വിയർപ്പിലും ഉയർത്തിപ്പിടിച്ച ഈ ചെമ്പതാക നാളെയുടെ വെളിച്ചമായി ഈ ഭൂമിയിൽ ഉയർന്നുയർന്നു പറക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.